അൺലോക്ക് ദ സീക്രട്സ് ഓഫ് സക്സസ്ഫുൾ സെല്ലിംഗ്. ഈ ഒരു ബുക്ക് എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. കാരണം സെയിൽസും കാര്യങ്ങളെല്ലാം കുറിച്ച് നമ്മൾ ഇന്നവരെ കാണാത്ത പേഴ്സ്പെക്റ്റീവിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ബുക്കിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നോക്കിയത് ഈ ബുക്ക് ആരാണ് എഴുതിയെന്നുള്ളത്. ഇത് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പേപ്പർ ബുക്ക് അല്ല കേട്ടോ, ഈ ബുക്കാണ്. നമ്മുടെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ആരാണ് എഴുതിയെന്ന് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് ബിജിത് നെൽസൺ. ബിജിത് നെൽസൺ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ബിജിത് സാറാണല്ലോ, നമ്മുടെ സിട്രോണിലെ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ബിജിത് സാറോട് പോയി ചോദിക്കാം എങ്ങനെയാണ് ഈ ബുക്കിൻ്റെ, അതായത് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയ ബുക്ക് എഴുതാനുള്ളൊരു അതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി എന്താണെന്ന് അറിയാൻ നോക്കിയത്. ഹലോ, ഹായ്. അപ്പോൾ ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിക്കുക പറഞ്ഞു ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ്, ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി. സാധാരണ എല്ലാ ബുക്ക് വായിക്കും, ഒരു ബുക്കിൻ്റെ പുറകിൽ എന്തായാലും ഡെഫിനറ്റ്ലി സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റോറി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ബേസിക്കലി ഞാൻ സാറിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയത്. ആ നമ്മുടെ അൺലോക്ക് ദ സീക്രട്സ് ഓഫ് സക്സസ്ഫുൾ സെല്ലിംഗ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ സ്റ്റോറി എന്താണ്, ബിഹൈൻഡ് ദ സ്റ്റോറി? അൺലോക്ക് ദ സീക്രട്സ് ഓഫ് സക്സസ്ഫുൾ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിമെൻ്റൽ ഇ ബുക്കാണ്. ഓക്കെ, ഇത് ബേസിക്കലി എൻ്റെ ഒരു 25 വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ വന്ന ചലഞ്ചസും ഞാൻ കണ്ട കാര്യങ്ങളും ഒരു പുസ്തക രൂപത്തിൽ ചെറുതായിട്ടൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് വായിച്ച കുറേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും നല്ലൊരു അഭിപ്രായമേ പറഞ്ഞു. ഓൺലി 40 പേജ് ബുക്ക്. അപ്പോൾ ഇത് എഴുതാൻ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി ആയിട്ടാണ് എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇൻ 1999. ഇൻട്രപ്റ്റ് ചെയ്യല്ല, ഞാൻ ആക്ച്വലി അതുകൊണ്ട് ചോദിക്കാൻ പറ്റും, കരിയർ സ്റ്റോറികൾ ഞാൻ ചോദിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാം. സാർ പറഞ്ഞു. അപ്പം ഒരു സെയിൽസിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പം ഓൺ ദ സ്ട്രീറ്റ്സ് ട്രെയിനി ആയിട്ട് കസ്റ്റമറെ കാണാനും ലീഡ്സ് ജനറേറ്റ് ചെയ്യാനും എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാനും ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഈ ബുക്ക് ഞാൻ എഴുതാനുണ്ടായ സാഹചര്യം. ഞാനൊരു എക്സിക്യൂട്ടീവായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ ഇന്ന് ആസ് എ ബിസിനസ് ഹെഡ് സിട്രോൺ ആൻഡ് ജീപ്പ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി EVMലുള്ളത്. അപ്പോൾ ഇതിൽ കുറേ നോളജസ് ഉണ്ട്. നമ്മൾ നോളജ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ സീനിയേഴ്സ്, നമ്മുടെ മെൻറ്റേഴ്സ്, അതിനെക്കാട്ടി എല്ലാം ഉപരി നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ. അങ്ങനെയാണ് കഴിഞ്ഞൊരു ലാസ്റ്റ് ഒരു ഓൾമോസ്റ്റ് ഒരു 8 to 9 years ഞാൻ ബുക്കുകൾ ധാരാളം വായിക്കാൻ തുടങ്ങി. അതൊന്ന് വി സ്റ്റാർട്ടഡ് ലേണിംഗ് ലോട്ട്സ് ഓഫ് തിങ്സ് which we implemented in our day-to-day official job and activities. അപ്പോൾ അത് മറ്റുള്ള ആൾക്കാരിലേക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എഴുതിയൊരു കുഞ്ഞു ബുക്കാണ് ഈ അൺലോക്ക് ദ സീക്രട്സ് ഓഫ് സക്സസ്ഫുൾ സെല്ലിംഗ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ ഇത്രയും വർഷം നോക്കി, ഇപ്പോൾ 25 years ആയല്ലോ. ഈ 25 years നമ്മുടെ ഇൻഡസ്ട്രി ഒരുപാട് കാര്യങ്ങളോട് ചേഞ്ച് ചെയ്തു. ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള പോലെയല്ല നമ്മുടെ കറൻ്റ് ഇൻഡസ്ട്രി. അതുപോലെ സെയിൽസ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാം തന്നെ അതിൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് വേൾഡിലാണ്. കാരണം നേരത്തെ പേപ്പർ അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു, ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡിജിറ്റലിലേക്ക് മതി. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ സാർ എങ്ങനെ നോക്കി കാണുന്നത് ഈ ഒരു 25 yearsലെ ജേർണിയിൽ നിന്ന് നോക്കുമ്പോൾ? ഓക്കെ, ഡിജിറ്റൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ആ ഒരു ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ വളരെ വളരെ വലുതാണ്. ഞങ്ങളൊക്കെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫോണോ മൊബൈൽ ഫോൺസോ ഒന്നുമില്ല. ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ യൂസ് ടു ഹാവ് 2 ഡയറി. ഒന്നും ഒരു പുതിയ ഡയറി, ഒന്നൊരു പഴയ ബുക്കോ ഡയറിയോ ആവാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന എല്ലാ എൻക്വയറീസും ഞാൻ ഈ പഴയ ഡയറിയിൽ എഴുതി 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 ഇങ്ങനെ വെച്ച് പോകും ഓരോ. അപ്പം ഈ കസ്റ്റമർ എന്ന് വിളിക്കണം എന്നുള്ളത് പുതിയ ഡയറിയിൽ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ മാറ്റി എഴുതിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ഡയറി എന്നും നമ്മുടെ കയ്യിലുണ്ട്. അതാണ് നമ്മുടെ അന്നത്തെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ്. ഓക്കെ, ഫൈൻ. ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ കോയിൻ ബോക്സിൽ ഞങ്ങൾ പോകും. എപ്പോഴും ചില്ലറ ഉണ്ടാവും, 1 രൂപയുടെ ചില്ലറയായിട്ടാണ് പോവുക. പേപ്പറിൽ അന്ന് വിളിക്കേണ്ട കസ്റ്റമേഴ്സിനൊക്കെ വിളിച്ച് ഞങ്ങൾ ഈ കോയിൻ ഇട്ടിട്ടാണ് കസ്റ്റമേഴ്സിനെ പലതും വിളിക്കുക. പല കസ്റ്റമേഴ്സിനും വീട്ടിൽ ഫോൺ ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ കസ്റ്റമറെ വീട്ടിൽ നേരിട്ട് പോവുക. ഞങ്ങൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ ജോലിക്ക് പോയ അവസ്ഥയായിരിക്കും. സോ ഇറ്റ് വാസ് റിയലി ടഫ് ടൈം. പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ കണക്ടിവിറ്റി ഇല്ലാത്തൊരു സമയമായിരുന്നു അന്ന്. സോ വി സ്ട്രഗിൾഡ് എ ലോട്ട് ബട്ട് വി എൻജോയ്ഡ് അവർ ജോബ്. ഞാനൊക്കെ സെയിൽസിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസിന് വേണ്ടി നമ്മൾ പഠിച്ചതല്ല. ഞാനൊരു ഐ എം എ മെക്കാനിക്കൽ എഞ്ചിനീയർ. ഓക്കെ, അപ്പം യാദൃച്ഛികമായി സെയിൽസിലേക്ക് വന്നതാണ്. സെയിൽസിൻ്റെ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ദ ഇനീഷ്യൽ ഒരു വാട്ട് വി സേ മണി സാലറി കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ വന്ന് ആദ്യത്തെ കുറച്ച് സ്ട്രഗിളിന് ശേഷം വെൻ വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഇൻസെൻറ്റീവ്സ്, അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഫീൽഡിൽ കണ്ടു. ദെൻ വി കണ്ടിന്യൂഡ്. പിന്നെ ആ ഒരു പാഷനോട് കൂടി, ഓട്ടോമൊബൈൽ എല്ലാവർക്കും എല്ലാ ചെറുപ്പക്കാർക്കും പാഷനാണ്. ഞാൻ കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഐ സ്റ്റാർട്ടഡ് ഇൻ ബജാജ് ടെമ്പോ ലിമിറ്റഡിൻ്റെ ഡീലർഷിപ്പിലാണ്. ഇന്നത്തെ ഫിറോദിയ, അന്ന് ഫിറോദിയാണ്. ഓക്കെ, ഇന്നാണ് ഇറ്റ് ഈസ് എ ബജാജ് ടെമ്പോ ലിമിറ്റഡ് ഫോഴ്സ് മോട്ടോഴ്സ്. സോ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. ദെൻ ഐ വർക്ക്ഡ് ഇൻ ദാറ്റ് കമ്പനി ഫോർ ഓൾമോസ്റ്റ് 5 years.
ഞാൻ അവിടെ ഒരു ടീം ലീഡറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. പിന്നെ ഐ മൂവ് ടു മിഡിൽ ഈസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയുടെ സൗത്ത് ഭവാൻ ഗ്രൂപ്പ്. ഓക്കെ. അവിടെ ഞാൻ കിയ ഫ്രാഞ്ചൈസിയിൽ 10 വർഷം ഞാൻ ഡിഫറെൻറ്റ് പൊസിഷനിൽ വർക്ക് ചെയ്തു. ആ ഒരു കമ്പനിയിൽ നിന്നാണ് ഞാൻ കുറച്ചുകൂടി മാനേജ്മെൻറ്റ് ലെവലിലും പീപ്പിൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ നിന്നാണ് പഠിക്കാൻ പറ്റിയത്. ഓക്കെ. അപ്പോൾ അതിനുശേഷം സാർ നാട്ടിലേക്ക് വന്നു? അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് KVR എന്ന് പറയുന്ന നോർത്ത് കേരള മാരുതി ഡീലറാണ്. ഐ വർക്ക് ദർ എസ് എ GM സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ഞാൻ ഏകദേശം നല്ലൊരു വോളിയൂമൊക്കെ ഹാൻഡിൽ ചെയ്ത് വലിയൊരു ടീമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എൻ്റെ കരിയർ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എന്നും ഒരു ആസ്പിറേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. ചെറുപ്പത്തിൽ കുറച്ചു കാലം ഒരു സ്റ്റേബിളായി പോയെങ്കിൽ കൂടെ പിന്നെ ഒരു കരിയർ ലാഡറിൽ മുന്നോട്ട് പോകണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് പഠിക്കാനും ബുക്കുകൾ വായിക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ ഐ മൂവ് ടു ഡെറിക് ഗ്രൂപ്പ്. അവിടെ ടാറ്റ ഫ്രാഞ്ചൈസിയുടെ ബിസിനസ് ഹെഡായിട്ട് ഞാൻ വർക്ക് ചെയ്തു. ദെൻ നൗ ഐ ആം ഇൻ EVM. സിട്ടോൺ ആൻഡ് ജീപ്പ് ഹാൻഡിൽ ചെയ്യുന്നു. സോ ഇത്രയും കാലത്തെ ആൾക്കാരായിട്ടുള്ള പരിചയം, പല ആൾക്കാരിൽ നിന്ന് കിട്ടിയ അറിവുകൾ, പല ബുക്കുകളിൽ നിന്ന് വായിച്ച നോളജ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് സക്സസിനെക്കാട്ടും കൂടുതൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുണ്ടാവുക ഫെയിലിയേഴ്സാണ്. ഈ ഫെയിലിയറിൽ നിന്നാണ് നമ്മൾ ഓരോ ലെസൺസ് ഡെഫിനറ്റ്ലി ഓരോ കാര്യങ്ങൾ പഠിച്ചു, അതിനെ നമ്മൾ മിനുക്കി തേച്ചു, പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ അഗെയിൻ ഇറ്റ് വിൽ ബി എ ഫെയിലിയർ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ഗിവ്സ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. ലോട്ട്സ് ഓഫ് കോൺഫിഡൻസ്. ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മളൊന്ന് മുന്നോട്ട് പോകുന്നത്. സോ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു കുഞ്ഞു ബുക്ക് നമ്മൾ എഴുതാൻ ഉണ്ടായ ഒരു സാഹചര്യം. ഓ ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള ബുക്കുകളും കാര്യങ്ങളും സാറിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ബുക്കുകൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യാം. ഞാൻ 2 ബുക്കുകളുടെ മാനുവൽ സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഒരു ബുക്കിൻ്റെ പേര് എന്ന് പറഞ്ഞത് ഒരു സെയിൽസ് ഒഡീസി എന്നാണ് ആ ബുക്കിൻ്റെ പേര്. സെയിൽസ് ഒഡീസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു 70% എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു സ്റ്റോറി രൂപത്തിൽ ഞാൻ എഴുതിയൊരു ബുക്കാണ്. എങ്ങനെയാണ് ഒരാളൊരു സെയിൽസിലേക്ക് വന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോയി, അയാൾ മുന്നോട്ട് പോയി കാശൊക്കെ വന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എങ്ങനെ അയാൾ ചെറുതായി ട്രാക്ക് ഔട്ടായി, പിന്നെ എങ്ങനെ തിരിച്ചു വന്നു, ദെൻ ഹൗ വി റീബിൽഡ് ഹിംസെൽഫ്, എങ്ങനെ പിന്നെ കരിയറിൽ മുന്നോട്ട് പോയി, പേഴ്സണൽ ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ ഇതെല്ലാം ഓരോ ലെസൺ കഴിയുമ്പോഴും അതിൽ വേണ്ടുന്ന കുറേ പോയിന്റ്സ് ഉണ്ട്. വാട്ട് ഓൾ തിങ്സ് യു ഡു, എന്തൊക്കെയാണ് ഒരു സെയിൽസ്മാൻ്റെ ബെസ്റ്റ് ക്വാളിറ്റീസ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ഓൺ എ ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ ചെയ്യണം. സെയിൽസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ജോലിയാണെങ്കിലും നമ്മളത് പ്രാക്ടീസ് ചെയ്യും. ഓഫ് കോഴ്സ് സെയിൽസിൽ നമ്മളാരും അത് പ്രാക്ടീസ് ചെയ്യില്ല. സോ വി വോണ്ട് ടു പ്രാക്ടീസ്. നമ്മൾ സ്ട്രൈറ്റ് ടു ഫ്രണ്ട് ആണ്, നേരെ ഡയറക്റ്റ് കസ്റ്റമർ അടുത്തേക്ക് പോകുന്ന, അല്ലെങ്കിൽ വേറെ ഒരു പരിപാടിയില്ല, നമ്മൾ നേരെ അങ്ങോട്ട് ചെല്ലുവാണ്. അതെ, നിങ്ങളിപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ 100 ടൈംസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആ ഒരു റിയൽ ടൈം ജോലിയിലേക്ക് വരുന്നത്. ഇഫ് യു ആർ എൻ എഞ്ചിനീയർ, അതും നമ്മൾ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത്. ബട്ട് ഇൻ സെയിൽസ് നോബഡി ഫീൽ ടു പ്രാക്ടീസ്. അപ്പോൾ അതിനൊരു പ്രൊഫഷനായിട്ട് ഇപ്പം ഒരു റിയൽ പ്രൊഫഷനെ പലരും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇൻ US, കാനഡ എല്ലാം അവർക്ക് ഒരു സെയിൽസ് മാൻ ആവണമെങ്കിൽ ദേ ഹാവ് എ കോഴ്സ് വിച്ച് ഈസ് കോൾഡ് എ സർട്ടിഫൈഡ് സെയിൽസ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കഴിയണം. ദേ ഷുഡ് ഗെറ്റ് ദാറ്റ് സർട്ടിഫിക്കേഷൻ. ഓക്കെ. അപ്പം അത്രയും ഒരു പ്രൊഫഷണലായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാർ വരുന്നു, എക്സ്പീരിയൻസ് കൊണ്ട് അവർ അതിലേക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കൂടെ പുതിയ ആൾക്കാർ, പുതിയ കുട്ടികൾ, പുതിയ എക്സിക്യൂട്ടീവ്സ് എല്ലാം വരുമ്പം അവരോടൊക്കെ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അഡ്വൈസ് എന്ന് പറയുന്നത് ദേ ഷുഡ് പ്രാക്ടീസ് എവരി ഡേ. അതായത് വീട്ടിൽ പോയിട്ട് ഒരു 10 മിനിറ്റ് ഈ ഒരു പ്രാക്ടീസിന് വേണ്ടി സമയം കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. എങ്ങനെ കസ്റ്റമർ അടുത്ത് സംസാരിക്കണം, കസ്റ്റമർ ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെ ആൻസർ പറയണം, എങ്ങനെ ഒബ്ജെക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ എനിക്കൊരു പാസ്റ്റ് ഇപ്പോഴത്തെ ഒരു കാലം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാം ആക്സസിബിൾ ആണ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് വരുമ്പോൾ അവരെല്ലാം അറിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ അല്ലെങ്കിൽ അവരുടെ ക്വയറീസ് അഡ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എനിക്കൊന്ന് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. അപ്പം അതിന് പണ്ടത്തെ പോലെയല്ല, നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനെ പറ്റി പറയും. ഇന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ നോളജസും കസ്റ്റമേഴ്സിനുണ്ട്. പണ്ട് കസ്റ്റമേഴ്സ് ഒരു സെയിൽസ്മാനെ വിശ്വസിക്കുന്നത് വളരെ വളരെ കൂടുതലാണ്. ഞങ്ങൾക്കൊന്നും കസ്റ്റമർക്ക് ഒരു ചെറിയ കള്ളം പോലും പറയാൻ പറ്റില്ല, ഒരു കമ്മിറ്റ്മെന്റ് പോലും ചെറുതായി മാറ്റി പറയാൻ പറ്റില്ല. ബിക്കോസ് ദിസ് കസ്റ്റമർ ബിലീവ്സ് us 100%. പിന്നെ പുള്ളിക്ക് അത് വേറെ ഡിജിറ്റലി നോക്കാനോ വേറെ നോക്കാനോ ഉള്ള ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. അപ്പം അന്ന് ഞങ്ങളൊക്കെ വളരെ കമ്മിറ്റഡ് ആയിരുന്നു. സത്യസന്ധതയോട് ഇന്നും എല്ലാവരും സത്യസന്ധത തന്നെയാണ്. പക്ഷെ വാട്ട് വി കമ്മിറ്റ് ടു ദ കസ്റ്റമർ വി യൂസ് ടു ഗീവ്. ഓക്കെ. അപ്പോൾ എൻ്റെ കാലഘട്ടത്തിലുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏത് ഡീലർഷിപ്പിൻ്റെ ബിസിനസ് ഹെഡോ CEO ലെവലിൽ ഇരിക്കുന്നതൊക്കെ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർ, അന്ന് സെയിൽസ് എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണ്.
നമ്മുടെ കമ്പനികളിൽ ആരെടുത്തു കഴിഞ്ഞാലും ഇഫ് യു സി എനി അതർ മാരുതി ഓർ അല്ല നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും എല്ലാം അതായത് ബേസ് ലെവലിൽ നിന്നാണ് നമുക്ക് തുടങ്ങാനായിട്ട്. അവിടെ നിന്ന് ഓരോ ഇപ്പോൾ ഒരു സർവീസിലാണെന്നുണ്ടെങ്കിൽ ബേസിൽ ഒരു ടെക്നീഷ്യൻ ലെവലിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് അയാൾ ഒരു ഹെഡായിട്ട് വരുമ്പോൾ ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. 100%. അപ്പം നമുക്ക് താഴെ ഇന്നും ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഇന്ന് എൻ്റെ മാനേജേഴ്സിനോട് പറയുന്നത്, നമ്മളെല്ലാവരും ഇന്ന് AC റൂമിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് അവർ ഫീൽഡിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ഒരു എമ്പതിയോട് കൂടി വർക്ക് ചെയ്യണം. And please go and support our sales team because they are the bread and butter for us. അവരെ നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക, അവരെ മെൻറ്റർ ചെയ്യുക, അവരെ മുന്നോട്ട് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സെയിൽസ് ഒഡീസി എന്ന് പറഞ്ഞുള്ള എൻ്റെ ഒരു ബുക്ക്. അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും, കുറേ സെയിൽസ് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന തെറ്റുകൾ, അതിനുള്ള കറക്ഷൻസ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി നൈസ് ബുക്ക്. അതൊരു 160 to 175 പേജസ് വരും ആ ഒരു ബുക്ക്. പിന്നെ വേറൊരു ബുക്ക് രണ്ടാമത് ഞാൻ ഇറ്റ് വിൽ ബി മൈ തേർഡ് ബുക്ക്. അത് എൻ്റെ പേര് ഫ്രം ഷോറൂം ടു ബോർഡ് റൂം. ഷോറൂം ടു ബോർഡ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൈ ആസ്പിറേഷൻ. ഞാൻ ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവായി, ടീം ലീഡറായി, അസിസ്റ്റന്റ് മാനേജറായി, സെയിൽസ് മാനേജറായി, ബിക്കം എൻ AGM, GM, സീനിയർ GM, നൗ ഐ ബിക്കം എ ബിസിനസ് ഹാൻഡിൽ ദ എൻ്റയർ ഓപ്പറേഷൻസ്. ഇനി നെക്സ്റ്റ് ലെവൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഐ വോണ്ട് ടു ഗോ ഇൻ ടു ദ ബോർഡ്. അപ്പം ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. ഐ എം എ സർട്ടിഫൈഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഫ്രം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അപ്പോൾ ഇന്ത്യയിലുള്ള ലിസ്റ്റഡ് കമ്പനിയുടെ ബോർഡിൽ എനിക്ക് കയറാനുള്ള യോഗ്യതയുണ്ട്, എനിക്ക് സെലക്ട് ചെയ്യണം. ബേസിക് യോഗ്യതയായി. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. സോ ആ ഒരു സ്റ്റോറിയാണ് ഈ പറഞ്ഞ ഷോറൂം ടു ബോർഡ് റൂം എന്നുള്ളത്. ഇപ്പൊ ബേസിക്കലി എനിക്ക് ഒന്ന് 3 ബുക്ക് നോക്കി കഴിഞ്ഞാൽ 3 കാലഘട്ടമാണ് വരുന്നത്. അതായത് ഒന്ന് സ്റ്റാർട്ടിങ് വന്നു, ഒന്ന് മിഡിൽ കറന്റ് സ്റ്റേജ് പോയിക്കൊണ്ടിരിക്കുന്നു, തേർഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഫ്യൂച്ചർ. അപ്പം അതിൽ കുറച്ചും കൂടെ സെയിൽസ് അല്ല, അതിൽ കുറച്ചും കൂടെ നമ്മൾ സെയിൽസിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് വി ഹാവ് ടു ലേൺ ഫിനാൻസ്, ആഫ്റ്റർ സെയിൽസ് എന്താണെന്ന് പഠിക്കണം, നമ്മൾ എങ്ങനെയാണ് ഒരു ചെറിയ ഒരു ഓർഗനൈസേഷൻ ബഡ്ജറ്റ് ചെയ്യാന്ന് പഠിക്കണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ഷോറൂം ടു ബോർഡ് റൂം എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി പോലെ ഒരു ഫിനാൻഷ്യൽ അക്യൂമെന്റ് ആണ് ബേസിക്കലി അതിൽ കൊടുത്തത്. അപ്പോൾ എങ്ങനെ നമുക്ക് പേഴ്സണൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, നമ്മുടെ ബെസ്റ്റ് ബിഹേവിയർ എങ്ങനെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും, നമ്മളിങ്ങനെ ടോപ്പ് ലെവലിലേക്ക് വരാൻ വേണ്ടി മറ്റ് ടോപ്പ് ലെവലിലെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു, അപ്പം അത് കണ്ടുപിടിച്ച് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഈ ഒരു ബുക്കാണ് ഫ്രം ഷോറൂം ടു ബോർഡ് റൂം എന്നുള്ളത്. ഗ്രേറ്റ്. പിന്നെ ഞാൻ ഒരു കാര്യം അറിഞ്ഞിരുന്നു, സാർ മറ്റേ PhD ചെയ്യുന്നുണ്ട് ഡോക്ടറേറ്റിന്, അതിന്റെ കാര്യങ്ങളോട് ഒന്ന് പറയാം. PhD ഞാൻ ചെയ്യുന്നത് ഐ ആം ഡൂയിങ് ഇറ്റ് ഫ്രം ഇന്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ ആൻഡ് സ്പെഷ്യലൈസേഷൻ ഇൻ ബിസിനസ് മാനേജ്മെന്റ്. ബിസിനസ് മാനേജ്മെന്റിൽ അതിലൊരു തിസീസ് സബ്ജക്ട് എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ ഇൻ റൂറൽ ഇന്ത്യ. റൂറൽ ഇന്ത്യയിലെ കൺസ്യൂമർ ബിഹേവിയേഴ്സ് ആണ് ടോട്ടലി ജനറൽ കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ അതിൽ ഞാൻ കുറച്ചും കൂടെ ട്രാവൽ ചെയ്ത് മനസ്സിലാക്കുന്നത് ഓട്ടോമൊബൈലിൽ ബേസ് ചെയ്തിട്ടാണ്, ബിക്കോസ് വിച്ച് ഈസ് മൈ ഡൊമൈൻ. അപ്പം അതാണ് ഒരു PhD ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ആക്ച്വലി ഈ കഴിഞ്ഞ 2024 തീരേണ്ടതായിരുന്നു, പിന്നെ കുറച്ച് സമയം ഇല്ലാത്തത് കൊണ്ട് അത് ഫിനിഷ് ചെയ്യണം. അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തത്. സോ അതും കൂടി നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക നോളജ്, ബേസിക്കലി ഫോർ നോളജ് അണ്ടർസ്റ്റാൻഡിങ് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പം സോ ദാറ്റ് ഈസ് വാട്ട്. ഗ്രേറ്റ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഫ്യൂച്ചർ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് 2 ബുക്ക് ഞാൻ വായിക്കാൻ വേണ്ടി ഈഗർലി വെയിറ്റ് ചെയ്യും. പബ്ലിഷ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അറിയിക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് വരാം. നമുക്കൊരു അത് കഴിഞ്ഞിട്ട് 1 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ഒരു ലൈഫിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, താങ്ക് യു.